Hello my dear students, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CA ഇന്റർമീഡിയറ്റിന്റെ മെയ് 2025 ലോ പേപ്പർ എഴുതുമ്പോൾ നമ്മൾ ആൻസർ ഷീറ്റ് സ്റ്റുഡൻസിനെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ അനുസരിച്ച് നമ്മൾ കളക്ട് ചെയ്ത കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ എഴുതാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും നിങ്ങൾ ആൾറെഡി ചെയ്യുന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പാസ്റ്റ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പിള്ളേരുടെ കയ്യിൽ നിന്നും എടുത്തിട്ട് RTIയിലൂടെ എടുത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റാണ്. ഫസ്റ്റ് വൺ, യുവർ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഐ എം നോട്ട് സീയിങ് ദാറ്റ് യു ഹാവ് ടു ക്രിയേറ്റ് എ ന്യൂ ഹാൻഡ് റൈറ്റിംഗ്, പുതിയൊരു ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ലിപി ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി ക്ലീൻ ആൻഡ് നീറ്റ്. അതായത് ഇത്രമാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. ഇറ്റ് മസ്റ്റ് ബി ഏബിൾ ടു റീഡ്. ഒരാൾക്ക് എന്താണ് ആൻസർ വായിക്കാൻ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്താണ്, നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ അത്യാവശ്യം നല്ലതായിരിക്കും, പിന്നീട് കുറച്ചും കൂടെ പിന്നീട് എന്താണ് കുറച്ച് മോശമായിട്ട് അവസാനം വലിച്ചു വാരി എഴുതും. അത് നമുക്ക് എന്താണെന്നറിയാമോ, രണ്ടാമത്തെ പോയിന്റുമായിട്ട് നമുക്ക് കുറച്ച് റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനെ നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പം നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എന്താണോ അതിനെ ഒന്ന് വ്യക്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ലൈനിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ 2 ലൈൻ ആണെങ്കിൽ ചിലർ ഇങ്ങനെ എഴുതി ഇങ്ങനെ കൂട്ടി മേളിലേക്ക് പോയി, ചിലർ നടുക്ക് എഴുതും. ഏത് രീതിയാണെങ്കിലും അത് നിങ്ങളുടെ ഏത് രീതിയാണ് നോക്കുക, അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. എത്രമാത്രം എഴുതുന്നു എന്നല്ല ഇമ്പോർട്ടൻറ്റ്, എഴുതുന്നത് എങ്ങനെ എഴുതുന്നു അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങളുടെ മോശമാണോ ഇല്ലയോ എന്ന് നോക്കുക. അതൊരു കാരണമാണോ നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരാജയത്തിന്, അല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിൽ ഇത് മൂലം പരാജയമാകാൻ സാധ്യതയുണ്ടോ. രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പല സ്റ്റുഡൻസിനും അറിയത്തില്ല, നോ യുവർ എക്സാം പാറ്റേൺ. മാറ്റമൊന്നുമില്ല, പക്ഷേ എന്നാലും നോ യുവർ എക്സാം പാറ്റേൺ ഞാനിവിടെ രണ്ടാമത്തെ പോയിന്റ് എഴുതാൻ കാരണം ഓരോരോ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഞാൻ എന്താണ് MCക്ക് ഞാൻ എത്ര സമയം കൊടുക്കണം, അതേപോലെ തന്നെ ഞാൻ എന്താണ് ഇപ്പോൾ 5 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എത്ര സമയം കൊടുക്കണം, ക്വസ്റ്റ്യൻ വയ്ക്കാൻ എത്ര സമയം കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ടൈം പ്രോപ്പർലി എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ടൈം മാനേജ്മെൻറ്റ് തന്നെയാണ്. ടൈം എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് അവസാനം നമ്മൾ ചിലപ്പോൾ MCക്ക് നമ്മൾ 1.5 മണിക്കൂറും ബാക്കി ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് ഇങ്ങനെ അവിടെ ഇരുന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിൽ ആൻസർ എഴുതാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് സ്കിപ്പ് അടിച്ച് മുന്നോട്ട് പോകണം. ഇപ്പോൾ നമ്മൾ പറയത്തില്ല, നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് സാറേ പേജ് മുന്നോട്ട് നീങ്ങുന്നില്ല, അങ്ങനെ പേജ് മുന്നോട്ട് നീങ്ങുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകാത്ത പേജ് അവിടെ വെക്ക്, മുന്നോട്ട് പോകുന്ന കുറച്ച് പേജസ് ഉണ്ടല്ലോ അത് എടുത്തുകൊണ്ട് പോകണം. മനസ്സിലാവും ഞാൻ പറഞ്ഞത് ക്ലിയർ ആകുന്നുണ്ടോ? അതായത് MCക്കിന് എത്ര കൊടുക്കണം, ഡിസ്കിന് എത്ര കൊടുക്കണം, വളരെ കൃത്യമായിട്ട് എപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യണം, എപ്പോൾ അവർ ആൻസർ എടുക്കാൻ വരും, അവിടെ സസ്പെൻസ് ഒന്നുമില്ല. 4 മണിക്കൂർ ആകുമൊന്നുമില്ല, 3 മണിക്കൂർ ആകുമ്പോൾ എടുത്തുകൊണ്ട് പോകുവർ. അതുകൊണ്ട് യു ഹാവ് ടു കീപ് ഇറ്റ് ഇൻ മൈൻഡ് ദാറ്റ് യു ഹാവ് എ ലിമിറ്റഡ് ടൈം. അറ്റ്ലീസ്റ്റ് എക്സാമിന് 5 മിനിറ്റ് മുമ്പെങ്കിലും സാർ സമയം തികഞ്ഞില്ല സാർ, ഉറപ്പായിട്ട് സമയം തികഞ്ഞില്ല, പക്ഷെ ഉള്ള സമയം നല്ലപോലെ മാനേജ് ചെയ്യണ്ടേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, ഓർത്ത് വെക്കുക. രണ്ടാമത്തെ വന്നു. മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആൾറെഡി നമ്മൾ ആൻസർ എഴുതുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് പ്രോപ്പർ അറേഞ്ച്മെന്റ് ഓഫ് യുവർ ആൻസർ. ഇത് എസ്പെഷ്യലി നമ്മൾ പറയുന്നത് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനാണ്. പ്രോപ്പർ അറേഞ്ച്മെന്റ് ഓഫ് യുവർ ആൻസർ. ഞാനിതിവിടെ എഴുതുന്നത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടാൻ വേണ്ടിയാണ്. ഈ അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്? MCക്കിന് അറേഞ്ച്മെന്റിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും വലിയ അറേഞ്ച്മെന്റിന്റെ ആവശ്യമില്ല, പാരഗ്രാഫ് മാത്രം നോക്കിയാൽ മതി. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, നമ്മൾക്ക് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ആദ്യമേ നമ്മൾ എന്താ എഴുതുന്നത്? സാർ അതൊക്കെ സിമ്പിൾ കാര്യമല്ലേ. ഞാൻ പല സ്റ്റുഡൻസിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് RTIയുടെ ആൻസർ നോക്കിയ ഇതൊന്നും ഇല്ല. പ്രൊവിഷൻ നമ്മൾ എഴുതണം, എഴുതിയിട്ട് അതിൻ്റെ താഴെ എഴുതണം. അതതിൻ്റെ രീതിയാണ്. ഇപ്പം എനിക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് എഴുതി കഴിയുമ്പോണ്ടല്ലോ അത് വലിയൊരു സംഭവം തന്നെയായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫാക്ട്സ് അല്ലെങ്കിൽ അനാലിസിസ് അല്ലെങ്കിൽ ഇഷ്യൂസ് എന്ത് വേണമെങ്കിലും എഴുതാം. അതിനുശേഷം എന്താണ് നിങ്ങൾ കൺക്ലൂഷൻ എഴുതുന്നു. ഇതിനെക്കുറിച്ച് ആൾറെഡി നമ്മൾ ഈ അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതുന്നത് ആൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ മൂന്നാമത്തെ പോയിന്റ് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞ ശേഷം ഒരു ലൈൻ ഗ്യാപ്പ് ഇടുക. അത് ഇപ്പോൾ ഇതൊരു ലൈൻ ആണെങ്കിൽ ഇവിടെ 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 ഇങ്ങനെ തുടങ്ങാതെ ഇവിടം തുടങ്ങിയാൽ രണ്ടാമത് ഇവിടം തുടങ്ങിയാലും മതി. സാധാരണ എസ് എഴുതൂലേ ആ ഒരു രീതി തന്നെ എഴുതുക. അതായത് കാണുന്ന ഒരാൾക്ക് ഉത്തരം തെറ്റാണെങ്കിലും
ഒരു ഇംപ്രഷൻ തോന്നിക്കണം. ദാറ്റ് ഷുഡ് ബി ഗുഡ് ഇംപ്രഷൻ, ഇറ്റ്സ് നോട്ട് ബി എ ബാഡ് ഇംപ്രഷൻ. ഓക്കെ, അണ്ടർസ്റ്റുഡ് ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ എന്താണ് നിങ്ങൾ വായിക്കുക, വായിച്ച് മനസ്സിലായതിനു ശേഷം അറേഞ്ച് ചെയ്യുക. അവസാനം കൺക്ലൂഷൻ എഴുതിയതിനു ശേഷം ആയിരിക്കരുത് അയ്യോ തെറ്റിപ്പോയില്ലോ എന്ന് നമുക്ക് തോന്നുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്. തിങ്ക് വിച്ച് ക്വസ്റ്റ്യൻ യു ഷുഡ് റൈറ്റ് ഫസ്റ്റ്. ദ കോൺസെപ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് എ ബെസ്റ്റ് ഇംപ്രഷൻ. അത് എല്ലാവർക്കും സെയിം. അത് വാല്യൂ ചെയ്യുന്നത് മനുഷ്യൻ തന്നെയല്ല, റോബോട്ട് ഒന്നുമല്ല. അവർക്ക് വികാരമുണ്ട്. അവർക്ക് ആദ്യം കാണുന്നത് നല്ല രീതിയിലാണെങ്കിൽ അത് അസ്യൂം ചെയ്യുമവര്. റൈറ്റ്? ഓക്കെ, പ്ലീസ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എന്താണ്? ഇതൊക്കെ ഞാൻ പ്രസന്റേഷനിൽ വരാൻ കാരണം ക്വസ്റ്റ്യൻ നമ്പർ വളരെ കൃത്യമായിട്ട് എഴുതുക. ചിലവരെന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എന്താണ്, ഇപ്പോൾ 3 1 A എന്ന് എഴുതിയതിന് ശേഷം അത് വെട്ടുന്നു, പിന്നെ 3. അയ്യോ, അവിടെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഇത് എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഓഡ് ഫീലിംഗ് വരും. ആ ഫീലിംഗ് എന്താണ്? ഒരു വാല്യൂ. എൻ്റെ പ്രായമല്ല ചിലപ്പോൾ അവരുടെ പ്രായം. അവർക്ക് BP ഷുഗറൊക്കെ നല്ലപോലെ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് നല്ല പ്രോപ്പറായിട്ട് എന്താണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. ഇനി നാലാമത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ 4ാമത്തെ പോയിന്റ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ ഫാക്ട്സ് എഴുതുമ്പോൾ ഉണ്ടല്ലോ, സാറേ ഫാക്ട്സ് എങ്ങനെ എഴുതുന്നത്? സാർ എല്ലാവരും പറയുന്നത് എങ്ങനെ കഥ എഴുതാൻ വേണ്ടി. അതേ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതേ ആൻസർ നിങ്ങൾക്ക് തരുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലേ ഒരു 2 മാർക്ക് വെച്ചാണെങ്കിൽ 40 മാർക്ക് അവിടെ തന്നെ കിട്ടുമല്ലോ ഫാക്ട്സിന്. കഥ അതേപോലെ എഴുതി കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവസാന ലൈൻ ആയിരിക്കും മെജോറിറ്റി ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ലൈനിൽ what is happening and is it a company, is it possible, so that should be your question. So in that question, based on that you have to summarize a fact. അതൊരു കഴിവാണ് സമ്മറി എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, നല്ലൊരു എക്സാമിനേഷൻ ആണ്, വലിയൊരു എക്സാമിനേഷൻ ആണ്, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഫാക്ട്സ് എഴുതുന്നതിനെ കുറിച്ച് അവിടെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, പ്രശ്നമൊന്നും തന്നെ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് 5ാമത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആണ്. ക്വസ്റ്റ്യൻ ഏത് അറ്റൻഡ് ചെയ്യണം? നോർമലി ഞാൻ ഈ സ്റ്റുഡൻസിന്റെ ആൻസർ ഷീറ്റ് വേണ്ടി ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അവരെല്ലാം എഴുതിയിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ടിട്ടില്ല. പക്ഷെ ഒരു ക്വസ്റ്റ്യനും കൃത്യമല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് യു ആർ അറ്റൻഡിങ് ഓൾ ദ ക്വസ്റ്റ്യൻ വിച്ച് യു നോ പെർഫെക്റ്റ്ലി. റൈറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. അതാദ്യം എഴുതുക, അതിനൊരു ഓർഡർ വൈസ് എഴുതുക. രണ്ടാമത് അറിയാത്തതിന് പോ. എല്ലാം എഴുതി അവസാനം അവിടുന്ന് 1 ഇവിടുന്ന് 2 കിട്ടി 38 36. എന്നാൽ എഴുതുന്ന നല്ല മാർക്ക് കിട്ടണ്ടേ? അപ്പോൾ അതിന് അറേഞ്ച്മെന്റ് എങ്ങനെ ചെയ്യണം? ഫസ്റ്റ് കാറ്റഗറി ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യണം, സെക്കൻഡ് കാറ്റഗറി, തേർഡ് കാറ്റഗറി. ഇതെല്ലാം ഒറ്റ കാറ്റഗറി വരരുത്. ഇതെല്ലാം മിഡിൽ കാറ്റഗറി ആണെന്ന് വെച്ചോ, ഫെയിലിയർ റേഷ്യോ 50-50. എല്ലാം ലോ കാറ്റഗറി ആണെങ്കിൽ ഉറപ്പായിട്ടും ഫെയിൽ ആകും, എല്ലാം ടോപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ടും പാസ്സാകും. അപ്പോൾ ഏറ്റവും കൂടുതൽ റേഷ്യോസ് ഇപ്പോൾ നിങ്ങൾക്ക് 100% അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നല്ലപോലെ നിങ്ങൾ യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു 60, അതായത് 50 to 60% അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അവിടെ നിങ്ങൾ കുറച്ച് മാർക്ക് കിട്ടും, ലോ മാർക്ക് കിട്ടും. ഇനി 50ക്ക് താഴെയുള്ളതാണെങ്കിൽ ചാൻസസ് ആർ വെരി ഹൈ ആണ്. എന്ത്? റിസ്കിനുള്ള ചാൻസസ് കിട്ടാൻ സാധ്യത ഭയങ്കര കുറവാണ്. അപ്പോൾ എല്ലാവരും കളിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ വെച്ചാൽ കളിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇങ്ങനെയുള്ള 2 ക്വസ്റ്റ്യൻ അങ്ങനെയല്ലോ, 5 മാർക്കിൽ 4 മാർക്ക് കിട്ടിയ 8 മാർക്ക് അവിടെ, അങ്ങനെ 2 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 8 മാർക്ക് അവിടെ കിട്ടിയിട്ടായി. 8 മാർക്ക് കിട്ടിയിട്ടായി. 32ൽ നിന്ന് 8 കിട്ടിയ 40 എത്തി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ ഒന്നും അറിയത്തില്ലേ, ദെൻ ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചിട്ട് പോയിട്ട്, കാരണം CA എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡൻസ് പഠിക്കാതെ, നിങ്ങൾ പഠിക്കാതെയാണോ പോയത്? പഠിച്ചിട്ട് തന്നെ പോയത്. ഞാനും പഠിച്ചിട്ട് തന്നെ പോകുന്നത്. സോ വാട്ട് ഇസ് എ മിസ്റ്റേക്ക് ഇസ് ഹാപ്പനിങ്? നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടാണ്. നമ്മളൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യും, എങ്ങോട്ട് ആരും ഓടിപ്പോകുന്നില്ല. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ചിലപ്പോൾ ഇടയ്ക്കായിരിക്കും അത് വരുന്നത്, പക്ഷെ അതിൻ്റെ ആൻസർ എഴുതുന്ന രീതിയിലുള്ള വളരെ പെർഫെക്ഷൻ ആയിരിക്കണം. ചിലപ്പോൾ അതിൻ്റെ ടെൻഷൻ എല്ലാം കൂടി സെക്ഷൻ കൂടി മറന്നുപോകും. അതുകൊണ്ട് അതെവിടെയെങ്കിലും നിങ്ങൾക്ക് എന്താണ് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അവിടെ എഴുതാൻ പോകുന്നത് എവിടെയെങ്കിലും സൈഡിൽ പെൻസിൽ നോട്ട് ചെയ്ത് വെക്കുക, ഇന്ന ക്വസ്റ്റ്യൻ ഇന്ന സെക്ഷൻസ് ആണ്, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. അതിന് മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 5 പോയിന്റ് ഡിസ്കസ് ചെയ്തു. 6ാമത് എന്ന് പറയുമ്പോൾ അണ്ടർലൈനിങ്ങിനെ കുറിച്ചാണ്. ഇതൊക്കെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, പക്ഷേ ഇവിടെ ഇത്ര ഡിസ്കസ് ചെയ്യാൻ കാരണം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അണ്ടർലൈൻ ചെയ്യുന്നത് ഞാൻ ചില സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്യുന്നവരും ഞാൻ ആരെയും വഴക്ക് പറയുന്നില്ല. അണ്ടർലൈൻ ചെയ്യുമ്പോഴല്ലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ലൈൻ എഴുതി ദ കമ്പനീസ് എന്ന് എഴുതുമ്പോൾ അണ്ടർലൈൻ പോകുന്നത് ഇങ്ങനെയാണ്. അത് വെട്ടിയിട്ടാണോ അല്ലെങ്കിൽ അണ്ടർലൈൻ ആണോ? അത് നമ്മുടെ ആൻസർ അല്ലേ? അപ്പോൾ വെട്ടി കഴിഞ്ഞാൽ അയാൾ വായിക്കോ? ഇല്ല. ഒന്ന് അണ്ടർലൈൻ, നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാൻ ഇപ്പോൾ താല്പര്യമില്ല, എല്ലാം കഴിഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്തോ. അങ്ങനെ അടിയിൽ ഒരു സ്കെയിൽ എടുത്ത് അണ്ടർലൈൻ ചെയ്യപ്പാ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ അണ്ടർലൈൻ ചെയ്യണം. അണ്ടർലൈൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ അതൊരു ബോണസ് പോയിന്റ് മാത്രമാണ്. ഇനി നിങ്ങൾ എന്താണ്, ഓരോ ആൻസർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യും, അല്ലേ? ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യും. അത് അപ്പം അണ്ടർലൈൻ ചെയ്യണ്ട, അതെല്ലാം കഴിഞ്ഞ അവസാനം വന്നാൽ മതി.
ഓക്കെ, അണ്ടർലൈൻ ആൻസർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കാര്യം ഓർത്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്യുന്നത് തെറ്റായിരിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് ഷുവർ ഇല്ല, അതായത് സാറേ ഇത് ശരിയാണെന്ന് എനിക്ക് അറിയില്ല, അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ശരി അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യണ്ട. ഇല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾ ശരിയല്ലാതെ അണ്ടർലൈൻ ചെയ്ത മത്തങ്ങ പോലെ ആ സാധനം അവിടെ ഇരിക്കും. അപ്പോൾ ഒരു ആൻസർ നോക്കുമ്പോൾ ഇത് പോയി, ഇത് തീർന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പാണ് എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യൽ വിട്ടേരെ. അതുകൊണ്ടാണ് അണ്ടർലൈൻ എക്സ്ട്രാ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? അതുകൊണ്ട് തന്നെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി അണ്ടർലൈൻ ചെയ്ത് സമയം കളയരുത്. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് യു ആർ നോട്ട് റൈറ്റിംഗ് ഓൺ എ പേജ്. അപ്പോൾ ഒരു 7ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കോട്ട് ചെയ്യുന്ന, എഴുതുന്നൊന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ കുറേ എഴുതി പോയി എന്ന് വെച്ചോ. ഓക്കെ, നിങ്ങൾ പിന്നീട് എഴുതാൻ വേണ്ടി ഒരു ഗ്യാപ്പ് വിട്ടു, സമയം കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അതിനൊന്ന് കോട്ട് ചെയ്യണം. അത് കോട്ട് ചെയ്തില്ലേ മാർക്ക് പോകുന്നില്ല, പക്ഷെ അവിടെ ഒന്നുമില്ല. ദാറ്റ് ഈസ് എ മെത്തഡ് ഓഫ് പ്രസന്റേഷൻ. ആൾക്കാർ ചോദിക്കില്ല എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക? ഇറ്റ് ഈസ് എ മെത്തഡ് ഓഫ് പ്രസന്റേഷൻ. അത് കോട്ട് ചെയ്യുക എന്ന് വെച്ച് ഓരോരോ ലൈനിൽ ഇങ്ങനെ വരച്ചു കൊണ്ട് ഒരു ഒറ്റ ലൈനിൽ വരച്ചാൽ മതി. അത് അതെന്താ, നമുക്ക് പേനം കൊണ്ട് തന്നെ വരയ്ക്കാം, പെൻസിൽ കൊണ്ടല്ല, പേനം കൊണ്ട് തന്നെ വരയ്ക്കണം. സ്കെയിൽ എന്ന് പറഞ്ഞ ആവശ്യമില്ല, ചുമ്മാ വരച്ചാൽ ഇറ്റ്സ് എ ഗുഡ് മെത്തഡ് ഓഫ് പ്രസന്റേഷൻ. അത് ഓഡ് ഫീലിംഗ് അല്ല, അത് വരച്ചാൽ അത് കാണാൻ വലിയ ബോറാണ് സാർ. നോ, ഇറ്റ് ഈസ് എ ഗുഡ് മെത്തഡ് ഓഫ് പ്രസന്റേഷൻ. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? അപ്പോൾ എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞൊരു സംഭവമല്ല, ഞാൻ പലരുടെ ആൻസർ ഷീറ്റ് കണ്ടിട്ട് അതിൻ്റെ അകത്ത് എടുത്തൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയൊരു ടെക്നിക്ക് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അത് ചെയ്തിട്ട് ബാക്കിയുള്ളൊക്കെ എന്താണ് ഉപകാരമാകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എന്താണ് എല്ലാ ആഴ്ചയിലും 2 വീഡിയോസ് വെച്ച് CA ഇന്ററിനും CA ഫൗണ്ടേഷനും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. മലയാളത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട് ക്ലാസ്സസും. ഇനി അടുത്ത് നമുക്ക് എന്താണ് മാരത്തോൺ നമുക്ക് വരുന്നുണ്ട്. ഉടനെ നമ്മൾ ഏപ്രിൽ ഒരു മിഡ് ആകുമ്പോൾ നമ്മൾ ഫുള്ള് നമ്മൾ CA ഇന്റർനൽ കംപ്ലീറ്റ് ആകുന്ന രീതിയിൽ മാരത്തോൺ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഫുൾ മലയാളത്തിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ കൃത്യസമയം 7 മണിയാകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് വരും. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്താൽ നിങ്ങൾ വലിയൊരു സ്ഥാനത്തായിരിക്കും അവരുടെ മുമ്പിൽ ഇരിക്കുക. സോ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ നല്ലപോലെ പഠിക്കുക.